എല്ലാ കാര്യത്തിനും ഒരു അവസാന തീരുമാനമായിരിക്കുകയാണ്. ഇനിയും ഇതിന്മേൽ ഒരു ചോദ്യവും ഉത്തരവും ഉണ്ടാകാൻ പാടില്ല എന്ന കർക്കശമായിട്ടുള്ള ഒരു നിലപാടിലാണ് മുരളീധരൻ എടുത്തിട്ടുള്ളത്. സത്യത്തിൽ കയ്യിൽ കിട്ടിയ സുവർണ അവസരത്തെ കോൺഗ്രസ് ഉപയോഗിച്ചു തുടങ്ങിയ അതേ സമയത്താണ് എന്ത് തരം താഴ്ന്ന കളിയും കളിക്കാൻ മടിയില്ലാത്ത CPMന്റെ പെണ്ണ് കേസ്. ഇതാദ്യമായിട്ടൊന്നുമല്ല CPM ഈ കളി നടത്തുന്നത്. സത്യത്തിൽ ജനാധിപത്യത്തിൽ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പെണ്ണ് കേസും അതിന്റെ പിന്നാമ്പുറ കഥകളും ഒക്കെ മസാല തേച്ച് പുറത്തുവിടൽ. കഴിഞ്ഞ 3-4 മാസമായിട്ട് കാട്ടുകൊള്ളന്മാരെ റിപ്പോർട്ടർ TVക്ക് മറ്റൊരു വാർത്തയും കൊടുക്കാനുണ്ടായിട്ടേയില്ല. സകല കോൺഗ്രസ് നേതാക്കളുടെയും വായിൽ മൈക്ക് കുത്തിത്തിരുകി മാങ്കൂട്ടത്തെ പറ്റി ചോദ്യങ്ങൾ ചോദിക്കുക. എന്നാൽ ഇന്നിപ്പോൾ കളി മാറിയെന്നും കളി മാറ്റി കളിച്ചു മുരളീധരൻ എന്നും പറയേണ്ടി വരും. സസ്പെൻഷന് പുറത്ത് മാങ്കൂട്ടത്തെ കോൺഗ്രസ് പാർട്ടി പുറത്തേക്ക് എറിയുകയാണ്. സർക്കാരിനും പാർട്ടിക്കും ഹൈക്കമാൻഡിനും പ്രിയങ്ക ഗാന്ധിക്കും അടക്കം പരാതികൾ കിട്ടിയ സാഹചര്യത്തിൽ ഇനിയും വെച്ച് പൊറുപ്പിക്കാനാകില്ല. പുകഞ്ഞകൊള്ളി പുറത്തു കടക്കട്ടെ എന്ന് തന്നെയാണ് മുരളീധരൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അടിവരയിട്ട് പറഞ്ഞത്. അതിനുവേണ്ടി ഒരു ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കും, സണ്ണി ജോസഫ് തന്നെ അത് പ്രയോഗിക്കും എന്നും അദ്ദേഹം തുറന്നടിക്കുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കാണാം. ഞാൻ അന്നൊരു കാര്യം സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ സസ്പെൻഷനാണ്. തുടർ നടപടികൾ പരിശോധിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ട്. ഇല്ല, അതൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് തീരുമാനം എടുക്കുക. ഞങ്ങൾ അന്ന് സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ റിട്ടേൺ ആയിട്ടുള്ള ഒരു പരാതിയും സർക്കാരിൻ്റെയോ പാർട്ടിയുടെയോ മുമ്പിലുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ റിട്ടേൺ ആയിട്ടുള്ള പരാതി സർക്കാരിൻ്റെ മുമ്പിലുമുണ്ട്, പാർട്ടിക്കും റിട്ടേൺ ആയിട്ടുള്ള പരാതി കിട്ടിയിട്ടുണ്ട്. പാർട്ടി നേതാക്കന്മാരെ ആലോചിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനം ഉടൻ KPC പ്രസിഡന്റ് കൈക്കൊള്ളുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ച് ഇന്നലെ അതിജീവിത ഔദ്യോഗികമായി തന്നെ പാർട്ടി അധ്യക്ഷന് പരാതി സമർപ്പിക്കുകയും ആ പരാതി KPC അധ്യക്ഷൻ DGPക്ക് കൈമാറുകയും ചെയ്തു. അപ്പോൾ സാധാരണ രീതിയിൽ അദ്ദേഹം രാഹുൽ ഒരു പാർട്ടിക്കാരനായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും പാർട്ടി തലത്തിലാണ് അന്വേഷിക്കുക. പക്ഷേ അദ്ദേഹം പാർട്ടിയിൽ സസ്പെൻഷനായതുകൊണ്ട് തന്നെയാണ് KPC പ്രസിഡന്റ് അത് DGPക്ക് ഫോർവേഡ് ചെയ്തത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം പാർട്ടി വേഗത്തിൽ തന്നെ കൈക്കൊള്ളും. ഈ പറഞ്ഞതുപോലെ സസ്പെൻഷൻ എന്നുള്ളത് തെറ്റുതിരുത്തി തിരിച്ചു വരാനുള്ള ഒരു മാർഗമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി അനുവർത്തിച്ചു വരുന്നതെങ്കിലും ഇക്കാര്യത്തിൽ ഇനി അതിനൊരു സ്കോപ്പില്ലാത്ത സാഹചര്യത്തിൽ ഉചിതമായി ശക്തമായിട്ടുള്ള നടപടി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഞാൻ അന്നൊരു കാര്യം സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ സസ്പെൻഷനാണ്. തുടർ നടപടികൾ പരിശോധിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ട്. ഇല്ല, അതൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് തീരുമാനം എടുക്കുക. ഞങ്ങൾ അന്ന് സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ റിട്ടേൺ ആയിട്ടുള്ള ഒരു പരാതിയും സർക്കാരിൻ്റെയോ പാർട്ടിയുടെയോ മുമ്പിലുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ റിട്ടേൺ ആയിട്ടുള്ള പരാതി സർക്കാരിൻ്റെ മുമ്പിലുമുണ്ട്, പാർട്ടിക്കും റിട്ടേൺ ആയിട്ടുള്ള പരാതി കിട്ടിയിട്ടുണ്ട്.